യഥാർത്ഥത്തിൽ പോറ്റിയെ കയറ്റിയതാര് എന്ന ചോദ്യത്തിന് പല മറുപടികൾ പറഞ്ഞെങ്കിലും നമ്മൾ അന്ന് തന്നെ പറഞ്ഞ കാര്യമുണ്ട്. 2004 2007 തന്ത്രിയാണോ കയറ്റിയത്, KC വേണുഗോപാലിന്റെ കാലത്താണോ കയറ്റിയത്, അല്ലെങ്കിൽ UDF മെമ്പർമാരുടെ കാലത്താണോ കയറ്റിയത് എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. അന്ന് തന്നെ നമ്മൾ ഉന്നയിച്ച ഒരു പ്രധാന ചോദ്യമുണ്ട്. പോറ്റിയെ സ്പോൺസർ ആക്കണം എന്ന് പറഞ്ഞത് എപ്പോൾ തീരുമാനിച്ചു, ആര് പറഞ്ഞു? വളരെ നിർണായകമായ ചോദ്യമാണ്. കാരണം പല പോറ്റിമാർ ശബരിമല വരുന്നുണ്ട്. അന്ന് നമ്മൾ പറയാറുണ്ട് എല്ലാ വർഷവും കുറെ പോറ്റിമാരും നമ്പൂതിരിമാരും ഒക്കെ ശബരിമല വരും. പുതിയ പുതിയ മേൽശാന്തി വരുമ്പോൾ, പുതിയ പുതിയ ശാന്തിക്കാർ വരുമ്പോൾ ഒക്കെ വരും. അപ്പൊ തന്ത്രിയുടെ ആളുകളായിട്ട് വരും. അങ്ങനെ കുറെ നമ്പൂതിരിമാർ അവിടെ വരും. ബ്രാഹ്മണ്യമാണല്ലോ അവിടെ. ആ വരുന്ന കൂട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ടോ, സുബ്രഹ്മണ്യം പോറ്റിയുണ്ടോ, വേറെ ഏതെങ്കിലും പോറ്റിയുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല. ഇയാൾ എപ്പോഴാണ് അവിടെ പ്രമാണിയാവുന്നത്? ഇയാൾക്ക് പ്രമാണിയാവാൻ പറ്റുന്നത് അവിടെ സ്പോൺസർ ആവാൻ കഴിയുമ്പോഴാണ്. സ്പോൺസർ ആവുന്നതുകൊണ്ടാണ് ഇതൊക്കെ പൊക്കി കൊണ്ടുപോകാൻ പറ്റുന്നത്. സ്വർണം ചെമ്പാക്കാനും ചെമ്പ് സ്വർണ്ണമാക്കാനും കഴിയുന്നു. ഇത് കൊണ്ടുപോയി നാട്ടിൽ മുഴുവൻ പ്രദർശിപ്പിച്ച് അവിടുന്ന് ഇത് കൊണ്ടുവരാൻ കഴിയുന്നു. അപ്പൊ പ്രധാന ചോദ്യം, ആര് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിനെ പോറ്റിയെ സ്പോൺസറാക്കിയത്? അതിന് മറുപടിയാണ് പോറ്റി പറഞ്ഞത്. എന്നെ സ്പോൺസറാക്കാൻ സഹായിച്ചത് കടകംപള്ളിയാണ്. ഈ മൊഴി മുഖവിലേക്ക് എടുക്കാമോ എടുക്കാൻ പറ്റില്ലോ നമുക്കറിയില്ല. പക്ഷേ രേഖകൾ പരിശോധിച്ചാൽ ഇത് ബോധ്യമാവും. കാരണം എപ്പോഴാണ് ബോർഡ് സ്പോൺസർഷിപ്പ് തീരുമാനിച്ചത്? ആ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റ് രേഖകളുണ്ടോ? അന്നത്തെ ബോർഡ് മെമ്പർമാർ ആരായിരുന്നു? ആ മെമ്പർമാർ എന്തിനു വേണ്ടിയാണ് ചെയ്തത്? മാത്രവുമല്ല, ഇപ്പോൾ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ട്. പ്രതിഭ എന്ന് പറയുന്ന അവരുടെ ഭൂമി തട്ടിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചു എന്നൊക്കെയാണ് വിവാദം. ഈ പ്രതിഭ എന്ന് പറയുന്ന ആളെ ഞാൻ അറിയില്ല എന്നും കടകംപള്ളി പറയുന്നത്. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തൊന്നും എനിക്കിവരെ അറിയില്ല. എനിക്ക് ആകെ അറിയാവുന്ന ഒരു പ്രതിഭ കായംകുളത്തെ MLA ആയ പ്രതിഭയാണെന്നാണ്. നമുക്കറിയില്ല. അതിൻ്റെ എളുപ്പം ഇനി കണ്ടുപിടിക്കേണ്ടത് SIT ആണ്, മറ്റാളുകളാണ്. അപ്പൊ ഈ പ്രതിഭയും ആയി ബന്ധപ്പെട്ട് ഈ ഭൂമി തട്ടിപ്പിൽ കടകംപള്ളിക്ക് എന്താണ് പങ്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താണ് പങ്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള ബന്ധത്തിൽ പ്രതിഭ എവിടെ നിൽക്കുന്നു? ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഇനിയും വരാതിരിക്കുകയാണ്. കടകംപള്ളി കഴക്കൂട്ടത്ത് മത്സരിക്കാൻ പോവുക. അതാണ് അതിൽ വലിയ പ്രശ്നം. ഈ മത്സരിക്കുന്ന ഘട്ടത്തിൽ കടകംപള്ളിക്കെതിരെ ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ ആരോപണം അത്ര ലളിതമായി തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ശബരിമല കേസിൽ അല്ലെങ്കിൽ തന്നെ സസ്പെക്ട് ലിസ്റ്റിൽ, ജനങ്ങളുടെ മനസ്സിൽ സസ്പെക്ട് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരാളാണ് കടകംപള്ളി. എന്തൊക്കെ പാർട്ടി നിഷേധിച്ചാലും കടകംപള്ളിയുടെ മുമ്പിൽ വരും. തൽക്കാലം SITയുടെ മേൽ സർക്കാരിനുള്ള നിയന്ത്രണം കൊണ്ട് മാത്രമാണ് കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടാത്തത് എന്ന് തീർച്ചയാണ്. കാരണം അതിന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. കടകംപള്ളി രഹസ്യമായി ചോദ്യം ചെയ്തു. അടൂർ പ്രകാശിനെയോ സോണിയാഗാന്ധിയോ ഒക്കെ പറ്റി പറയുന്നതിന് എത്രയോ മുമ്പ് കടകംപള്ളി, കാരണം അന്ന് മന്ത്രിയായിരുന്നു, എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പത്മകുമാർ പുറത്തു വന്നു. പത്മകുമാറിനെ പാർട്ടി നാളെ നടപടിയെടുത്ത് പുറത്താക്കുമെന്ന് കേൾക്കുന്നു. അങ്ങനെയായാൽ പത്മകുമാർ പറയാണ് കടകംപള്ളി പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് വന്നാൽ കഥയുടെ രൂപം മാറില്ലേ? പത്മകുമാർ സ്പോൺസറായിരിക്കുമ്പോഴാണ്, പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇയാളെ സ്പോൺസറാക്കിയതെങ്കിൽ അത് ചോദ്യം വലിയ ഗൗരവമുള്ള വിഷയമാണ്. ആരാണ് സ്പോൺസറാക്കിയത്? അയാളാണ് പോറ്റിയെ കയറ്റിയത്. ആ ചോദ്യത്തിന് മറുപടി പറയുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ കടകംപള്ളിക്ക് ഇത് കുരുക്കാവുമോ ഇല്ലയോ എന്നത് ഇപ്പം പറയാൻ പറ്റില്ല. കാരണം ഈ കേസ് എങ്ങനെ മുമ്പോട്ട് പോവും, ഇതിലേതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാവോ, പരാതി ഉണ്ടാവോ? ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് കോടതി അതെങ്ങനെ പരിഗണിക്കും, ദേവസ്വം ബെഞ്ച് എങ്ങനെ പരിഗണിക്കും എന്നതുകൂടി പരിഗണിച്ചിട്ടാണ് തീരുമാനം ഉണ്ടാവുക. ഒരു പക്ഷേ തൽക്കാലം ഇലക്ഷൻ കഴിയുന്നവരെ കടകംപള്ളി രക്ഷപ്പെട്ട് നിന്നേക്കാം. അത് കഴിഞ്ഞാലും കടകംപള്ളി കാലിൽ നിന്ന് ഈ വള്ളിക്കെട്ട് പോകും തോന്നുന്നില്ല.